എന്റെ ഗായ്സ് സന്തോഷ് വർക്കി ആറാട്ടണ്ണന്റെ ചങ്കും ആറാട്ടണ്ണനും പിന്നെ ആറാട്ടണ്ണൻ ഏതൊരു പെണ്ണും ഒരു 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 കിടല പരിപാടിക്കകത്ത് ഏർപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ആറാട്ടണ്ണന്റെ സഹധർമ്മണ ഫ്രണ്ട് ആയിട്ടുള്ള നമ്മുടെ അണ്ണൻ പറഞ്ഞേക്കാം. ആറാട്ടണ്ണൻ സന്തോഷ് വർക്കി എന്നെ പറ്റി പറയുന്ന മഹാതണ്ടിത്തരമാണ്. പുള്ളിക്കെതിരെ വീഡിയോ ഇടുമെന്ന് പറഞ്ഞപ്പോ പുള്ളി പേടിച്ചിട്ട് എനിക്കെതിരെ പറയുന്നുണ്ട്, ഞാൻ സെക്സി ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എന്ത് ഭ്രാന്താടാ ആറാട്ടണ്ണ നീ പറയണത്? സന്തോഷേ വന്നവനും ഭ്രാന്ത്, നിന്നവനും ഭ്രാന്ത്, പോയവനും ഭ്രാന്ത്, ഇത് എല്ലാത്തിനും ഭ്രാന്താണല്ലോ ദൈവമേ. ഞാൻ ചേട്ടാൻ വിളിച്ചത് അതുകൊണ്ട് വേറെ വല്ലതും വിളിപ്പിക്കണം. ഇനി ഇത് ഒന്നും വിളിക്കരുത് അവരെ, അവരത് തന്നെ വരണം. കാരണം അല്ലല്ല സന്തോഷ് വർക്കിയുടെ കൂട്ടുകാരല്ലയോ മക്കള്, നിനക്കും അത് തന്നെ വരണം. ഇവരോടൊക്കെ കൂട്ടി കെട്ടാൻ പോകുന്നത് അത്രയ്ക്ക് വിവരമില്ലാത്തവന്മാര് ഒരുത്തരാണ് നീ, മനസ്സിലായ? ഇന്നലെ വരെ നമ്മളോട് നിന്നല്ലേ താൻ, അതുകൊണ്ട് താൻ ഇത് നാളത്തോട് വിളിച്ചു പറയണത്? അയ്യോ സത്യം വെറും തോന്നിവാസമാണ്. അപ്പൊ നീക്ക് സംഭവം മനസ്സിലായി കാണത്തില്ല. ഞാൻ പറഞ്ഞുതരാം. ഏതോ ഒരു പെണ്ണിനെ പീഡിപ്പിക്കാൻ നോക്കി, ഏതോ ഒരു ഷോർട്ട് ഫിലിമിന് വന്ന ഒരു അവതാരികയെ പീഡിപ്പിക്കാൻ നോക്കി, അതും ഈ പാവം പിടിച്ചവൻ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല കേട്ടോ. സന്തോഷ് വർക്കിയുടെ കൂട്ടുകാരാണ് ഇദ്ദേഹം, പക്ഷെ ഇവനതിന് ആമ്പിയറൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കഷ്ടം പാവം പിടിച്ച് ഇവനെ ആണെന്നുണ്ടെങ്കിൽ എല്ലാരും കൂടെ അങ്ങ് കുറ്റപ്പെടുത്തുക. പക്ഷെ ഇവന് ബുദ്ധിയുള്ളവരാണ് ഓൺലൈനിൽ വന്നിരുന്ന് കുറെ കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു. നമുക്ക് അതെല്ലാം ഒന്ന് കേൾക്കണം, അതൊക്കെ അത് കേൾക്കാനുള്ളതുണ്ട് കേട്ടോ. മനസ്സിലായ? ഞാൻ സെക്സ് ചെയ്തു, താൻ കണ്ട സെക്സ് ചെയ്യണത്? എടാ നീ അത് മോശമായി പോയട്ടോ. നിന്റെ അച്ഛന്റെ പ്രായം കാണും സന്തോഷ് വർക്കിക്ക്, നിന്റെ അപ്പൂപ്പന്റെ പ്രായം കാണോ കേൾക്കാലോ. ഇപ്പം നീ പറയുന്നത് മോശമായി പോയിട്ടോ. സെക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്കറിയാമോ? ഇവന്റെ ചോദ്യം കേട്ടില്ലയോ ഗായ്സ്? ഇവിടെ എന്ത് പറയുന്നേ? താൻ പലയിടത്തും പോടുന്നോ പലതും പറയണ്ടല്ലോ. അയ്യോ തുപ്പല് നിറയെ ചാവും. നല്ല സ്മായിലും പോയി പറയണ്ടല്ലോ ആൾക്കാര്. ഞാൻ പറഞ്ഞ അതൊക്കെ നിങ്ങളൊന്നും പറയിപ്പിക്കണ്ട. ഞാൻ സെക്സ് ചെയ്തെന്നു. സെക്സ് ചെയ്ത വലിയ തെറ്റാന്നല്ലോ, പക്ഷെ അവരുടെ സമ്മതത്തോടാണ് ചെയ്യാ. ഇതെന്നുണ്ടെങ്കിൽ ഒരു കേസ് കൊടുത്താൽ പോലെ ജീവിതം പോക്ക തൊലഞ്ഞ് നിന്നെ കെട്ടി തൊയ്യാ മതി. പീഡിപ്പിച്ചെന്ന് ഭ്രാന്താണോ? അറിയാ പറയണ പോലെയല്ല. തനിക്കിപ്പോഴും ഭ്രാന്തെന്നു സന്തോഷ് വർക്കി. എന്നെ കേസിൽ കൊടുക്കാൻ വേണ്ടിയുള്ള തന്ത്രങ്ങളാന്ന് തോന്നുന്നു പലരുടെ. കഷ്ടം പാവം പിടിച്ചവൻ സത്യം. അവന്റെ അവസ്ഥ കൊണ്ടോ പറയുന്നതാണ്. ഇനിയും കുറച്ചു നേരം കൂടെ കഴിയുമ്പോഴത്തേക്ക് അളിയന്റെ മനസ്സ് തുറക്കുന്നുണ്ട്. അതിനേക്കാളും മുന്നേ നമുക്ക് സന്തോഷ് വർക്കി പറഞ്ഞ കാര്യത്തൊക്കെ ഒന്ന് കേൾക്കാം. സന്തോഷ് വർക്കിയാണ് മെയിൻ ആട്ടോ. പുള്ളിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. പുള്ളി മുത്തും മണിയാണ് സന്തോഷ് വർക്കി. ആറാട്ടണ്ണൻ അങ്ങനെ പെരയുടെ സംഭവം എന്തോ വനിതാ കമ്മീഷനിൽ എത്തിയെന്നോ അങ്ങനെ എന്തെങ്കിലും കേട്ടു. ഒരു വീഡിയോ 10,000 സബ്സ്ക്രൈബേഴ്സ് കൊടുക്കല. എടാ ഇല്ല കുഴപ്പമില്ല, ഒരു സീനും ഇല്ല. ആരും മിണ്ടണ്ട, മൂക്കിലേപ്പം കഴിയിട്ട നമ്മൾ പറഞ്ഞ ഇനി ഫോനെ കാണ്ടി വന്നുള്ള അവസ്ഥ കെട്ടിത്തൂങ്ങ തന്നെ, വേറെ മാർഗമൊന്നും ഇല്ല. പെരയുടെ പക്വതയില്ലായ്മയും കുറച്ച് ബുദ്ധിയില്ലായ്മയാണ് പ്രശ്നങ്ങൾക്ക് കാരണം. എനിക്ക് പെരയുടെ പറഞ്ഞ മാത്രമേ അറിവുള്ളൂ, നേരിട്ട് കണ്ടൊന്നുമില്ല. ഞാൻ ഈ ഷോർട്ട് ഫിലിമിനും എല്ലാം ഞാൻ പിൻവാങ്ങിയതാണ്. എനിക്ക് അതിനെ മനസ്സിലായി പ്രശ്നമാവും. പെരേര എന്നോ പറഞ്ഞത് പെരേര ഓറൽ സെക്സ് ചെയ്തിട്ടുണ്ട്, വേറെ സെക്ഷൻ ചെയ്തിട്ടില്ല പെരേര പറഞ്ഞത്. അപ്പം ഇവനെ ഏതാണ്ടൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് മറ്റൊരിടക്ക് പോയി തള്ളിക്കാണ് ഈ ആറാട്ടണ്ണന്റെ അടുക്കെ. അതാണ് കാര്യം, അതാണ് ഈ ഗുണാന്ന് പറയുന്നത്. അതിനുശേഷം നമ്മുടെ അണ്ണൻ, അതായത് നമ്മുടെ സ്വന്തം മുത്തുമണി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതൊന്ന് കാണണം. ഡോക്ടറെ മാറ്റണം, പോലീസറെ മാറ്റണം എന്നൊക്കെ പറഞ്ഞ് വെള്ളം വെച്ച് അപ്പോഴാണ് അവളെ മാറ്റിയത്. ഇനി അത് നടക്കുകയില്ലെന്നുള്ളത് എനിക്ക് അറിയാൻ പാടില്ല, മനസ്സിലായോ? എനിക്കിവ പേടിയാണ്, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റണില്ല, അത്രക്ക് നാട്ടിച്ച് കിടക്കുകയാണ് കേസ്. സത്യം കഷ്ടം. അവന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചോണം. ഇത് സത്യമല്ല കള്ളമാണെന്നുണ്ടെങ്കിൽ ഈ തേജബോധം ചെയ്യുന്നതൊക്കെ ഭയങ്കര ക്രൂര. ഞാനിപ്പം ഈ സെക്സ് ചെയ്ത അതൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഉപകാരം കാണിക്കുന്ന വാളിത്തരം അത് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വിവരമില്ലാത്ത പണിയാ കാണിക്കുന്നത്. മൂക്കിനകത്തൊക്കെ കഴിഞ്ഞിട്ട് വീഴിക്കുന്നത് നിങ്ങളത് ആലോചിച്ച് നോക്കി. വിവരമുള്ളവർ ചെയ്ത പണിയാണ്. ബാക്കി കഷ്ടവിന്റെ അവസ്ഥ ഇവൻ കരയില്ല പാമ്പ് പിടിച്ചത്. ബന്ധുക്കള് വരെ എന്നെ പറ്റി മോശമായിട്ട് അതല്ല നല്ല ഉദാഹരണ ബന്ധുക്കളാ.
അല്ല അത്ര നല്ല തകക്കുടങ്ങളായ ബന്ധുക്കൾ എനിക്കുണ്ട്. എന്തെങ്കിലുമൊക്കെ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബന്ധുക്കൾ എന്ന് പറയുന്ന നാടുകൾ സത്യം എല്ലാവരും അല്ല, ഒരു 50 അല്ലെങ്കിൽ 70% ബന്ധുക്കളും നമ്മൾ നശിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഈ 30% നല്ലവർ കാണും. എനിക്ക് ഈ നമ്മൾ നശിക്കണമെന്ന് പറയുന്നവരാണ് ഇതിനകത്ത് കൂടുതലുള്ള സത്യമായിട്ടും. കാണുമ്പോ മോനെ ചക്കരെ മുത്തേന്ന് മാറുമ്പോ ഇവന്മാര് പറയുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് ലൈഫ് എക്സ്പീരിയൻസ് കാണും, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കഷ്ടം. നമ്മുടെ കയ്യിൽ ഒരു ബാങ്ക് ബാലൻസും ഇല്ല, കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയിട്ടില്ല ഈ റിവ്യൂ പറഞ്ഞിട്ട്. അപ്പാട് അന്നൊന്ന് ജീവിക്കാന്ന് പറയാൻ പറ്റില്ല. അതൊന്ന് എന്റെ ആയിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങൾക്ക് മാത്രം, പേഴ്സണൽ ഫുഡ് ആൻഡ് ട്രാവലിംഗിന് മാത്രമുള്ള പൈസ മാത്രമേ ഈ റിവ്യൂ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. കോടികളൊന്നും കിട്ടിയിട്ടില്ല. കഷ്ടമാണ്. അവൻ എന്തിനാണെങ്കിൽ എടാ എന്തുവാ സന്തോഷവർക്ക് ഇതാരി കാണിക്കുന്നത്? അപ്പന്റെ പ്രായമുണ്ടല്ലോ ഈ കഷ്ട. ഈ മൊണ്ടേഷ് കുമാർ ഒരു പെണ്ണിനെ പീഡിപ്പിച്ചു എനിക്ക് സത്യം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്റെ അറിയാ മരപാടുകളെ കൊണ്ട് തോറ്റുള്ളതാണ്. കോടികൾ കിട്ടിയെങ്കിൽ ഫ്ലാറ്റും വിലപിടിപ്പുള്ള കാറും വിലപിടിപ്പുള്ള മൊബൈൽ ഫോണൊക്കെ മേടിച്ചാര്. കഷ്ടാവ് സത്യമായിട്ട് ഹിന്ദി വരെ ആട്ടണ്ട സത്യമായിട്ട് കേട്ടോ. ഇതിനകത്തുനിന്ന് സംഭവമാണ് ഇത്രയേ ഉള്ളു. ഈ സന്തോഷ് വർക്കിയുടെ കൂടെ നടന്നാണ് ഇവര് പിഴച്ചത്. ഉള്ള കാര്യം പറയാം, എനിക്ക് തോന്നിയ കാര്യം എനിക്ക് പറയുന്നത്. അങ്ങനെ സന്തോഷ് വർക്കി എല്ലാത്തിനകത്തും കൊണ്ടുപോകും, എല്ലാത്തിനും കൂടെ നിൽക്കും, ലാസ്റ്റ് അല്ല ഒന്നാമത്തിനുമായിട്ട് പോവും. അതാണ് നടക്കുന്ന സംഭവം. അപ്പം ഗൈസ്, നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ ഹൈലൈറ്റ് നമ്മുടെ സന്തോഷ് വർക്കിയുടെ പ്രിയങ്കനായ സുഹൃത്തായിരുന്നു. നിങ്ങൾ കണ്ടു കാണും, പക്ഷെ പാവം വിളിച്ച ഞാൻ. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് നല്ല നല്ല സംഭവങ്ങൾ വരുന്നുണ്ട്. അഭിലാഷ് ചാട്ടയം, സന്തോഷ് വർക്കി, പലരുടെ പേര് പറയുന്നുണ്ട്. സന്തോഷ് വർക്കി എന്നെ പറ്റിയും കുറ്റം പറയുന്നുണ്ട്. കാല് മാറി പുള്ളിനെ പറ്റി ഇന്നലെ ന്യൂസ് ഇടുന്നുണ്ടപ്പോ എന്നെ പറ്റി പിടിപ്പിച്ചെന്ന് പറഞ്ഞ വാർത്ത പുള്ളി പറയണം. നാളെ ഇല്ല എനിക്ക് എന്തൊരു